Hello everyone. Now we are going to discuss about features of photonic crystals. So, to start with, we have to discuss about what is a photonic crystal. Photonic crystals എന്ന് പറഞ്ഞാൽ they are certain materials that show different colors. പല കളേഴ്സ് കാണിക്കും. എന്തുകൊണ്ട്? അതിൻ്റെ സ്ട്രക്ചറിൽ പെക്യുലാരിറ്റി ഉണ്ട്. പല കളേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്ന ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആണ് ഫോട്ടോണിക് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഫോട്ടോണിക് ക്രിസ്റ്റൽസിന് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിലുള്ള ലൈറ്റിനെ മാത്രമേ അതിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിലുള്ള ലൈറ്റിനെയാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പ്രോപ്പർട്ടി കൊണ്ട് പല കളേഴ്സ് കാണിക്കുന്ന മെറ്റീരിയൽസ് ആണ് ഫോട്ടോണിക് ക്രിസ്റ്റൽസ്. So they exhibit number of unique optic and non-linear optical properties which find various applications like in various fields like in optical communications, low threshold lasing, frequency conversion and sensing. So now we are going to discuss about the features of these photonic crystals. Some of the features of these photonic crystals like presence of band gap, local field enhancement, anomalous group velocity dispersion, anomalous refractive index dispersion, and microcavity effect in photonic crystals. The first property is presence of band gap. So every photonic crystal has its own photonic band gap. എല്ലാ ഫോട്ടോണിക് ക്രിസ്റ്റലിൻ്റെയും ഒരു പെക്യുലിയർ ഫീച്ചറാണ് അതിൻ്റേതായ ഫോട്ടോണിക് ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. സോ all photonic crystals exhibit band gaps or pseudo band gaps in their band structure. സോ അതുകൊണ്ട് അതായത് ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷൻ്റെ സമയത്ത് ഇലക്ട്രോൺ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തണമെങ്കിൽ ഒരു പർട്ടിക്കുലർ എനർജി ഗ്യാപ്പിനെ ഓവർകം ചെയ്യണം. എന്ന് പറഞ്ഞ പോലെ ഓരോ ഫോട്ടോണിക് ക്രിസ്റ്റലിലും പർട്ടിക്കുലർ വേവ് ലെങ്ത്തിലുള്ള ലൈറ്റിനെ മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യുകയും അല്ലാത്തതിനെ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിന് സഹായിക്കുന്നത് ഈ ഫോട്ടോണിക് ബാൻഡ് ഗ്യാപ്പാണ്. ഈ പർട്ടിക്കുലർ ഫോട്ടോണിക് ബാൻഡ് ഗ്യാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയിൽ വരുന്ന ലൈറ്റിനെ ഇത് കംപ്ലീറ്റ്ലി ഇൻഹിബിറ്റ് ചെയ്യും. അതിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകാൻ അലൗ ചെയ്യില്ല, അതിനെ റിഫ്ലക്റ്റ് ചെയ്ത് കളയുകയും ചെയ്യും. സോ അതാണ് ഈ ബാൻഡ് ഗ്യാപ്പിൻ്റെ ഉപയോഗം. സോ ദിസ് മേക്സ് ദീസ് ഫോട്ടോണിക് ക്രിസ്റ്റൽസ് യൂസ്ഫുൾ ഇൻ ആസ് ഹൈ ക്വാളിറ്റി നാരോ ബാൻഡ് ഫിൽറ്റർ. അതുപോലെ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിലുള്ള ലൈറ്റിനെ മാത്രം ഉപയോഗിക്കാനും അല്ലാത്തതിനെ റിജക്റ്റ് ചെയ്ത് കളയാനും ഒക്കെ ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ് വേവ് ലെങ്ത്തിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ബൈ ചേഞ്ചിങ് ദ പീരിയോഡിസിറ്റി ഓഫ് ദ ഡൊമെയിൻ ഓർ ദ ലാറ്റിസ് കോൺസ്റ്റൻറ്റ് ഓഫ് ദി മെറ്റീരിയൽ യൂസ്ഡ്. അപ്പം നമുക്കറിയാം ഒരു ഫോട്ടോണിക് ക്രിസ്റ്റൽ പല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മെറ്റീരിയൽസിനെ പീരിയോഡിക്കായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ പീരിയോഡിസിറ്റിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് ഈ ഫോട്ടോണിക് ക്രിസ്റ്റലിനെ അലൗ ചെയ്യുകയും റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന വേവ് ലെങ്ത്തിനെ ചേഞ്ച് ചെയ്യാം. അതുപോലെ ദിസ് ഫോട്ടോണിക് ക്രിസ്റ്റൽ by using an analyte with the process of adsorption, these finds applications even in biological and chemical sensing. സോ ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ സെൻസിങ് പോലെ പല ഫീൽഡിലും ഈ പ്രസൻസ് ഓഫ് ബാൻഡ് ഗ്യാപ്പ് എന്നുള്ള പ്രോപ്പർട്ടി കൊണ്ടാണ് ഫോട്ടോണിക് ക്രിസ്റ്റൽസ് മെയിൻലി യൂസ്ഫുൾ ആവുന്നത്. അതുപോലെ നമുക്ക് ഈ സ്റ്റോപ്പ് ബാൻഡ്സിൻ്റെ പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ബൈ സർട്ടൻ പ്രോപ്പർട്ടീസ്, സർട്ടൻ ഇഫക്ട്സ്. Like one of them is optical Kerr effect, that is a non-linear optical effect. അതൊരു തേർഡ് ഓർഡർ നോൺ ലീനിയർ ഒപ്റ്റിക്കൽ എഫക്റ്റ് ആണ് കെർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ ചേഞ്ച് വരുത്തുന്ന ഒരു ഇഫക്റ്റ് ആണിത്. ദാറ്റ് ഇസ് ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു N2 ഇൻറ്റു ഐ, വെർ N2 ഈസ് നോൺ ലീനിയർ ഇൻഡെക്സ് കോയിഫിഷ്യൻ ആൻഡ് ഐ ഈസ് ഇൻറ്റൻസിറ്റി. അതായത് ഒരു മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ വരുന്ന അപ്രോച്ച് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് ദസ് റിസൾട്ടിങ് ഇൻ ചേഞ്ച് ഓഫ് ബാൻഡ് ഗ്യാപ്പ് പൊസിഷൻ. സോ ദിസ് പ്രോപ്പർട്ടി ഈസ് യൂസ്ഡ് ഫോർ അനദർ ഫിനോമിനൻ കോൾഡ് ഒപ്റ്റിക്കൽ സ്വിച്ചിങ് ഓഫ് ലൈറ്റ് അറ്റ് ദി ബാൻഡ് എഡ്ജ്. അപ്പം ഒപ്റ്റിക്കൽ സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ ട്രാൻസ്മിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ട്രാൻസ്മിഷൻ കൂട്ടാനും കുറയ്ക്കാനും പറ്റും ബൈ ഷിഫ്റ്റിംഗ് ദ ബാൻഡ് ഗ്യാപ്പ്. സോ ബൈ ഷിഫ്റ്റിംഗ് ദ ബാൻഡ് ഗ്യാപ്പ് ആൻഡ് ചേഞ്ചിങ് the intensity, light transmission can be changed from low to high values. അതാണ് ഒപ്റ്റിക്കൽ സ്വിച്ചിങ് എന്ന് പറഞ്ഞത്. സോ ദിസ് ഈസ് യൂസ്ഡ് ഇൻ WDM ചാനൽ റൂട്ടിംഗ്. അതുപോലെ ഇൻ ബയർഫ്രിഞ്ചൻ ഫോട്ടോണിക് ക്രിസ്റ്റൽസ്, ബയർഫ്രിഞ്ചൻസിൽ നമുക്കറിയാം അപ്രോച്ച് ചെയ്യുന്ന വേവ് ഇറ്റ് ഇസ് സ്പ്ലിറ്റ് ഇൻറ്റു 2. അങ്ങനെ 2 ഡയറക്ഷനിൽ ദേ ആർ പോളറൈസ്ഡ് ഇൻ 2 directions. അങ്ങനെയുള്ള 2 പോളറൈസേഷൻ ഡയറക്ഷനിലും ബയർഫ്രിഞ്ചൻ ഫോട്ടോണിക് ക്രിസ്റ്റലിൽ 2 ഡിഫറെൻറ്റ് ബാൻഡ് ഗ്യാപ്സ് ആയിരിക്കും. അങ്ങനെ ആ പ്രോപ്പർട്ടി ഉപയോഗിച്ച്
പോളറൈസേഷൻ ക്ലീനപ്പ് അല്ലെങ്കിൽ പോളറൈസേഷൻ ഡിപ്പെൻഡൻറ്റ് ഒപ്റ്റിക്കൽ സ്വിച്ചിങ്ങിലൊക്കെ ഫോട്ടോണിക് ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നു. സോ അതാണ് ഫസ്റ്റ് ഫീച്ചർ, ദാറ്റ് ഇസ് പ്രസൻസ് ഓഫ് ബാൻഡ് ഗ്യാപ്പ്. നെക്സ്റ്റ് ഫീച്ചർ ഈസ് ലോക്കൽ ഫീൽഡ് എൻഹാൻസ്മെൻറ്റ്. അതായത് ഒരു ഫോട്ടോണിക് ക്രിസ്റ്റലിനെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, എങ്ങനെയാണ് ഒരു ഫോട്ടോണിക് ക്രിസ്റ്റലിൽ മാറ്റം വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട്. അതാണ് ഈ പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ലോക്കൽ ഫീൽഡ് എൻഹാൻസ്മെൻറ്റ് ഈസ് non-linear photonic crystal can be utilized to enhance non-linear optical effects that are strongly dependent on local field. ലോക്കൽ ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന നോൺ ലീനിയർ ഒപ്റ്റിക്കൽ ഇഫക്ട്സിനെ കൂട്ടാനും അതിനെ എൻഹാൻസ് ചെയ്യാനുമാണ് ഈ ലോക്കൽ ഫീൽഡ് എൻഹാൻസ്മെൻറ്റ് സഹായിക്കുന്നത്. അതായത് ഒരു ഫോട്ടോണിക് ക്രിസ്റ്റൽ നേരത്തെ പറഞ്ഞ പോലെ ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മെറ്റീരിയലും അതിനോടൊപ്പം തന്നെ ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മെറ്റീരിയലും കൂടി പീരിയോഡിക്കായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ഒരു ഫോട്ടോണിക് ക്രിസ്റ്റൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഫോട്ടോണിക് ക്രിസ്റ്റലിൽ ഒരു പർട്ടിക്കുലർ എനർജി ഗ്യാപ്പും ഒരു ബാൻഡ് ഗ്യാപ്പും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ബാൻഡ് ഗ്യാപ്പിൻ്റെ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റിനെ എല്ലാം അത് ഇൻഹിബിറ്റ് ചെയ്യുന്നു കംപ്ലീറ്റ്ലി. ആ ബാൻഡ് ഗ്യാപ്പ് ഫ്രീക്വൻസിയേക്കാളും കുറവ് ഫ്രീക്വൻസിയുള്ള ലൈറ്റ് ലോ ഫ്രീക്വൻസി മോഡ്സും അതിനേക്കാളും ഫ്രീക്വൻസി കൂടിയ ഹൈ ഫ്രീക്വൻസി മോഡ്സുമാണ് അത് ട്രാൻസ്മിഷൻ അലൗ ചെയ്യുന്നത് ഒരു ഫോട്ടോണിക് ക്രിസ്റ്റൽ. സോ ഈ ഫോട്ടോണിക് ബാൻഡ് ഗ്യാപ്പിനടുത്ത് ലോ ഫ്രീക്വൻസി മോഡ് അപ്രോച്ച് ചെയ്യുന്ന ലോ ഫ്രീക്വൻസി മോഡ്സ് എല്ലാം കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മെറ്റീരിയലിലേക്കായിരിക്കും. അതുപോലെ വൈസ് വേഴ്സ. ഹൈ ഫ്രീക്വൻസി മോഡ്സിൽ അപ്രോച്ച് ചെയ്യുന്ന ലൈറ്റുകൾ ബാൻഡുകൾ കൂടുതലും കാണപ്പെടുന്നത് ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മെറ്റീരിയലും ആയിരിക്കും. സോ ഈ ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ നോൺ ലീനിയർ സസെപ്റ്റബിലിറ്റി, ഹൈ നോൺ ലീനിയർ ഇഫക്ട്സ്. സോ അങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. The strong field localization increases non-linear interaction of fundamental field with photonic crystals. അപ്പം ഫോട്ടോണിക് ക്രിസ്റ്റൽസിൻ്റെ നോൺ ലീനിയർ ഇൻറ്ററാക്ഷൻസ് അങ്ങനെയാണ് ഈ ലോക്കലൈസേഷൻ ഫീൽഡ് കൊണ്ട് ഉണ്ടാകുന്നത്. സോ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ മേളിൽ കാണിച്ചിരിക്കുന്ന അപ്പർ വേവ് എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി മോഡാണ്. സോ ഹൈ ഫ്രീക്വൻസി മോഡിൻ്റെ പീക്സ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള റീജിയനിലും നേരെ തിരിച്ച് താഴെ ലോ ഫ്രീക്വൻസി മോഡിലുള്ള ഒരു വേവിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പീക്ക് ചെയ്തിരിക്കുന്നത് ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മെറ്റീരിയലുമാണ്. സോ അതാണ് ലോക്കൽ ഫീൽഡ് എൻഹാൻസ്മെൻറ്റ് എന്നുള്ള പ്രോപ്പർട്ടിയിലൂടെ മനസ്സിലാവുന്നത്. സോ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് അനോമലസ് ഗ്രൂപ്പ് വെലോസിറ്റി ഡിസ്പേർഷൻ. അപ്പം ടു സ്റ്റാർട്ട് വിത്ത് ഫോട്ടോണിക് ബാൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഫോട്ടോണിക് അല്ല ഏത് ബാൻഡ് സ്ട്രക്ചറും നമുക്ക് തരുന്നത് ഒരു ഡിസ്പേർഷൻ റിലേഷനാണ്. ഡിസ്പേർഷൻ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പ്രൊപ്പഗേഷൻ ഫ്രീക്വൻസി ആസ് എ ഫങ്ഷൻ ഓഫ് വേവ് വെക്റ്റർ. അതായത് വേവ് വെക്റ്റർ അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ അനുസരിച്ച് എങ്ങനെയാണ് ഒരു ഫ്രീക്വൻസി സ്പ്രെഡ് ചെയ്യുന്നത് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന റിലേഷനാണ് ഡിസ്പേർഷൻ റിലേഷൻ. ഇറ്റ് ഈസ് ദ ബ്രോഡനിങ് ഓഫ് ഫോട്ടോൺ വിത്ത് റെസ്പെക്ട് ടു ദി ഡയറക്ഷൻ. അതാണ് ഡിസ്പേർഷൻ റിലേഷൻ. സോ ഒരു ബാൻഡ് സ്ട്രക്ചറിൽ നമുക്ക് ഡിസ്പേർഷൻ റിലേഷൻ കിട്ടുന്നു. അപ്പം ഒമേഗ കെ എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ഒമേഗ കെ എന്നുള്ള രണ്ട് ആക്സിസിൽ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ ആ ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. വി ജിനെ നമുക്ക് ഡി ഒമേഗ ബൈ ഡി കെ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു വേവിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ആ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ബാൻഡ് സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ബൈ ദി ഇക്വേഷൻ n=c/vg നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് ഗ്രൂപ്പ് വെലോസിറ്റി ആർ ഡിപ്പെൻഡൻറ്റ്. സോ അങ്ങനെ ഒരു ഫോട്ടോണിക് ക്രിസ്റ്റലിൻ്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഫോട്ടോണിക് ക്രിസ്റ്റലിൻ്റെ ബാൻഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വെരി കോംപ്ലിക്കേറ്റഡ് ആൻഡ് അനൈസോട്രോപിക്. അതായത് ഭയങ്കര ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ് ഫോട്ടോണിക് ക്രിസ്റ്റലിൻ്റെ ബാൻഡ് സ്ട്രക്ചർ. അപ്പം അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് വെലോസിറ്റി ചേഞ്ച് ചെയ്യും. ബാൻഡ് ഗ്യാപ്പ് റീജിയനിലാണെങ്കിൽ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ബാൻഡ് എന്ന് പറയുന്ന റീജിയനിലാണെങ്കിൽ ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിപ്പോവും. അതല്ലാതെ അബ്സോർബിങ് റീജിയനിലേക്കാണെങ്കിൽ ഹൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി റീജിയനിലാണെങ്കിൽ ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഹയർ വാല്യൂസിലേക്ക് പോകും. സോ ദെൻ യൂസിങ് photonic crystal, speed of propagation of optical wave packet can be manipulated and optical interactions can be enhanced. അപ്പോൾ ഈ ഗ്രൂപ്പ് വെലോസിറ്റി വേരി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അപ്രോച്ച് ചെയ്യുന്ന ഒരു വേവ് പാക്കറ്റിൻ്റെ വെലോസിറ്റി പഠിക്കാനും അത് നമ്മുടേതായ രീതിയിൽ ഓൾട്ടർ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പം ഫോട്ടോണിക് ക്രിസ്റ്റലിലും അതാണ് സംഭവിക്കുന്നത്.
ഫോട്ടോണിക് ക്രിസ്റ്റലിൽ ഗ്രൂപ്പ് വെലോസിറ്റി നമ്മൾ നേരത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലെ ലീനിയർ ഡിസ്പേർഷൻ റിലേഷൻ വെച്ചിട്ടല്ല റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഗ്രൂപ്പ് വെലോസിറ്റി ഒരു അനോമലസ് ഡിസ്പേർഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഗ്രൂപ്പ് വെലോസിറ്റി ഡിസ്പേർഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഒമേഗ വിത്ത് റെസ്പെക്ട് ടു കെ. അപ്പം ഒരു ഫോട്ടോണിക് ക്രിസ്റ്റലിൻ്റെ കേസിൽ ഗ്രൂപ്പ് വെലോസിറ്റി ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ കർവേച്ചർ ഓഫ് ദി ബാൻഡ് സ്ട്രക്ചർ. That is beta 2 is equal to d square k by d omega square. അതാണ് അനോമലസ് ഗ്രൂപ്പ് വെലോസിറ്റി ഡിസ്പേർഷൻ റിലേഷൻ എന്ന് പറയുന്നത്. ബീറ്റ 2 equal to d square k by d omega square. That is inverse of second derivative of omega with respect to k. So ഈ ഡിസ്പേർഷൻ റിലേഷൻ എന്ന് പറയുന്നത് കർവേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. ഈ കർവേച്ചർ എന്ന് പറയുന്നതും ഒരു ഫോട്ടോണിക് ക്രിസ്റ്റലിൻ്റെ കേസിൽ ബാൻഡ് ഗ്യാപ്പ് റീജിയണിൽ കർവേച്ചർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എബവ് ബാൻഡ് ഗ്യാപ്പ് ഫ്രീക്വൻസി എബവ് ദിസ് ഫോട്ടോണിക് ബാൻഡ് ഗ്യാപ്പ് ഫ്രീക്വൻസി ആ റീജിയണിൽ കർവേച്ചർ പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ ബാൻഡ് ഗ്യാപ്പ് ഫ്രീക്വൻസിനേക്കാളും കുറവ് ലോ ഫ്രീക്വൻസി റീജിയണിൽ കർവേച്ചർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അതായത് ഈ കർവേച്ചർ പോലും ഒരു റീജിയണിൽ 0യും പിന്നെ ഗ്രാജുവലി അത് പോസിറ്റീവ് വാല്യൂ ആവുകയും പിന്നെ നെഗറ്റീവ് വാല്യൂ ആവുകയും ചെയ്യുന്നു. ഈ ചേഞ്ചിനെയാണ് അനോമലസ് ഡിസ്പേർഷൻ അനോമലസ് ഗ്രൂപ്പ് വെലോസിറ്റി ഡിസ്പേർഷൻ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ചേഞ്ചിനെ ഒരു മാർക്കബിൾ ഒരു അനോമലസ് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് ഇവിടെ ഗ്രൂപ്പ് വെലോസിറ്റിക്ക് വരുന്നത്. സോ ഈ ഡിസ്പേർഷൻ റിലേഷൻ റിലേറ്റ്സ് ടു ഡിസ്പേർഷൻ ഓഫ് ഗ്രൂപ്പ് വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്. അതായത് അപ്രോച്ച് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ച് ഈ ഡിസ്പേർഷൻ അല്ലെങ്കിൽ സ്പ്രെഡിങ് ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് ഒരു പോളിക്രോമാറ്റിക് ലൈറ്റ് പല ഫ്രീക്വൻസീസ് ഉള്ള വേവ്സ് ഉള്ള ഒരു വേവ് ഒരു ഫോട്ടോണിക് ക്രിസ്റ്റലിൽ ഇൻസിഡൻ്റ് ആവുകയാണെങ്കിൽ ഓരോ ഫ്രീക്വൻസിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫറെൻറ്റ് ഗ്രൂപ്പ് വെലോസിറ്റീസ് ആയിരിക്കും. ആൻഡ് ദസ് വി ക്യാൻ ഫൈൻഡ് റിലേറ്റീവ് ഫേസ് ഷിഫ്റ്റ് ഓഫ് ഈച്ച് ഫ്രീക്വൻസീസ്. ഓരോ ഫ്രീക്വൻസിയുടെയും ഫേസ് ഷിഫ്റ്റും നമുക്ക് അങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതാണ് അനോമലസ് ഗ്രൂപ്പ് വെലോസിറ്റി ഡിസ്പേർഷൻ റിലേഷനിൽ നിന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അതിനെ ബേസ് ചെയ്ത് രണ്ട് ഫിനോമിനൻസും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇസ് സൂപ്പർ പ്രിസം. സൂപ്പർ പ്രിസം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഹാസ് ദ പ്രോപ്പർട്ടി ഓഫ് പ്രിസം ബട്ട് സം എൻഹാൻസ്ഡ് പ്രോപ്പർട്ടീസ് ഓൾസോ. ഒരു പ്രിസം എന്ന് പറഞ്ഞാൽ അത് ലൈറ്റിൻ്റെ ഡിസ്പേർഷനാണ് അതിൽ സംഭവിക്കുന്നത്. പക്ഷേ ഈ സൂപ്പർ പ്രിസത്തിൽ സൂപ്പർ ഡിസ്പേർഷനാണ് സംഭവിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഷോസ് സൂപ്പർ ഡിസ്പേർഷൻ സെപ്പറേറ്റിംഗ് വേരിയസ് വേവ് ലെങ്ത് കമ്പോണൻസ് വിത്ത് മച്ച് വൈഡർ ആംഗിൾ. കുറച്ചുകൂടി വൈഡർ ആംഗിളിൽ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ കുറച്ചുകൂടി വൈഡർ ആംഗിളിൽ സൂപ്പർ ഡിസ്പേർഷനാണ് സൂപ്പർ പ്രിസം കാണിക്കുന്നത്. അതുപോലെ അൾട്രാ റിഫ്രാക്ഷൻ ദാറ്റ് ഇസ് ഹൈ ബെൻഡിങ് ആണ് വിത്ത് ലാർജ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നന്നായിട്ട് കൂടും ഒരു സൂപ്പർ പ്രിസത്തിൽ. സോ ദാറ്റ് ഇസ് വൺ ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെയാണ് സെൽഫ് കൊളിമേറ്റിംഗ് ഫിനോമിന. അപ്പം ഒരേ ഫോട്ടോണിക് ക്രിസ്റ്റലിൽ തന്നെ ഡിസ്പേർഷനും അതുപോലെ കൊളിമേഷനും നടക്കുമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇറ്റ് ഇസ് പോസിബിൾ ബിക്കോസ് പല റിഫ്രാക്റ്റീവ് ഇൻഡെക്സുള്ള മെറ്റീരിയൽ കൊണ്ടാണല്ലോ ഫോട്ടോണിക് ക്രിസ്റ്റൽ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ കൊളിമേഷനും പോസിബിൾ ആണ്. കൊളിമേഷൻ മീൻസ് പാരലൽ ഒരേ ഡയറക്ഷനിലേക്ക് പല ഡയറക്ഷനിലേക്ക് ആക്കുന്ന പ്രോസസ്സാണ് കൊളിമേഷൻ എന്ന് പറഞ്ഞാൽ. സോ ഹിയർ ലൈറ്റ് പ്രൊപ്പഗേഷൻ collimation of light propagation also takes place in photonic crystals. So it is insensitive to divergence. ഒട്ടും ഡൈവേർജൻസ് ഇല്ലാതെ പാരലൽ ആയിട്ട് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യും. It is independent of intensity and it is very significant in optical circuitry also. So അതാണ് അനോമലസ് ഗ്രൂപ്പ് വെലോസിറ്റി ഡിസ്പേർഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ നമുക്ക് പറയാനുള്ളത്. ഇതുപോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു ഫീച്ചറാണ് അനോമലസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിസ്പേർഷൻ. അപ്പം we know that group velocity and refractive index are dependent with each other. അതുകൊണ്ട് തന്നെ ഇവിടെ അനോമലസ് ആയിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിസ്പേർഷനും അനോമലസ് ആയിട്ടാണ് ഫോട്ടോണിക് ക്രിസ്റ്റലിൽ എക്സിബിറ്റ് ചെയ്യുന്നത്. സോ ഒരു നോർമൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ നോൺ അബ്സോർബിങ് സ്പെക്ട്രൽ റീജിയണിൽ അബ്സോർപ്ഷൻ അല്ലാത്ത സ്പെക്ട്രൽ റീജിയണിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയോട് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അതായത് ഫ്രീക്വൻസി കുറയുന്നതനുസരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കുറയുന്നു. അതായത് വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുന്നു. പക്ഷേ വെൻ ഇറ്റ് ഈസ് നിയർ ദി അബ്സോർബിംഗ് റീജിയൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരു ഡിസ്പേഴ്സീവ് ബിഹേവിയർ കാണിക്കാൻ തുടങ്ങും. അതായത്
നിയർ ഹൈ ഫ്രീക്വൻസി ബാൻഡേജ്, ഹൈ ഫ്രീക്വൻസി ബാൻഡേജിലേക്ക് വരുന്നവരും അബ്സോർപ്ഷൻ നടക്കുന്ന റീജിയനിലേക്ക് എത്തുന്നവരും ഒരു ഡിസ്പേഴ്സീവ് ബിഹേവിയറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും എക്സിബിറ്റ് ചെയ്യാൻ തുടങ്ങും. സോ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു അനോമലസ് ഗ്രൂപ്പ് വെലോസിറ്റി ഡിസ്പേർഷൻ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അനോമലസ് ഗ്രൂപ്പ് വെലോസിറ്റി ഡിസ്പേർഷനോട് ഇത് ഡിപ്പെൻഡൻ്റ് ആണ്. ബട്ട് ദിസ് ഫിനോമിനൻ ഇസ് നോട്ട് ഡിപ്പെൻഡൻ്റ് ഓൺ അബ്സോർപ്ഷൻ. ഇതിന് അബ്സോർപ്ഷനുമായിട്ട് ഒരു ബന്ധമില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ഡിപ്പെൻഡൻ്റ് ഓൺ ദി ബാൻഡ് സ്ട്രക്ചർ. ബാൻഡ് സ്ട്രക്ചറാണ് ഇതിൻ്റെ പിന്നിലെ റീസൺ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അബ്സോർപ്ഷൻ ലോസസ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. പിന്നെ ഈ അനോമലസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിസ്പേർഷൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഫേസ് മാച്ചിങ് എന്ന് പറഞ്ഞാൽ. ഫേസ് മാച്ചിങ് മീൻസ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ ഫണ്ടമെൻ്റൽ വേവ്, ദാറ്റ് ഇസ് ഇൻസിഡൻറ്റ് വേവ് ഓഫ് ഇൻസിഡൻറ്റ് ഫ്രീക്വൻസി, ഫണ്ടമെൻ്റൽ വേവ് ആൻഡ് എ ഹാർമണിക് വേവ്. ഹാർമണിക് വേവ് എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് വേവിൻ്റെ ഡബിൾ ഫ്രീക്വൻസി ഉള്ളതാണ് ഹാർമണിക് വേവ്. അപ്പം ഒരു ഫണ്ടമെൻ്റൽ വേവിൻ്റെയും ഹാർമണിക് വേവിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരേപോലെ ആക്കുന്നു. ദാറ്റ് ഇസ് ദെയർ ഫേസ് വെലോസിറ്റീസ് ആർ മെയ്ഡ് സെയിം. ദസ് the power is transferred from fundamental to harmonic wave as they travel together in phase. അങ്ങനെ അവരുടെ ഫേസുകൾ മാച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ഫേസ് മാച്ചിങ്. ഫേസ് മാച്ചിങ്ങിന് ഉപയോഗിക്കുന്ന ഫീച്ചർ എന്ന് പറയുന്നത് അനോമലസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിസ്പേർഷനാണ്. സോ അതാണ് അനോമലസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിസ്പേർഷൻ. ഫൈനൽ ഫീച്ചറാണ് മൈക്രോ ക്യാവിറ്റി ഇഫക്ട്സ് ഇൻ ഫോട്ടോണിക് ക്രിസ്റ്റൽ. സോ മൈക്രോ ക്യാവിറ്റി ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിഫക്റ്റ് ഓഫ് എ ഫോട്ടോണിക് ക്രിസ്റ്റൽ. ഫോട്ടോണിക് ക്രിസ്റ്റലിലെ ഡിഫക്റ്റ് മൂലം ഉണ്ടാകുന്ന ഇഫക്റ്റാണ് മൈക്രോ ക്യാവിറ്റി ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ. അതായത് എ ഫോട്ടോണിക് ക്രിസ്റ്റൽ അലൗസ് ഒപ്റ്റിക്കൽ മൈക്രോ ആൻഡ് നാനോ ക്യാവിറ്റീസ് എംബെഡഡ് ഇൻ ടു ഇറ്റ് ബൈ ക്രിയേറ്റിംഗ് ഡിഫക്ട്സ് ഇൻ ടു ഇറ്റ്. ഒരു ഫോട്ടോണിക് ക്രിസ്റ്റലിലെ ഡിഫക്റ്റ് മൂലം അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻസ് അല്ലെങ്കിൽ ഹോൾസ് മൂലം നമുക്ക് തന്നെ ഒരു മൈക്രോ ക്യാവിറ്റി അല്ലെങ്കിൽ ഒരു നാനോ ക്യാവിറ്റി ഒരു ഫോട്ടോണിക് ക്രിസ്റ്റലിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് ലൈറ്റ് ക്യാപ്ചറിങ് സ്ട്രക്ചേഴ്സ് ഇൻ മൈക്രോ ഓർ നാനോ സ്കെയിൽസ്. അങ്ങനെ ക്യാവിറ്റീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഡിഫക്റ്റിൻ്റെ സൈസും ഷേപ്പും ചേഞ്ച് ചെയ്യുന്നത് വഴി മൈക്രോ ക്യാവിറ്റീസ് ഓഫ് ട്യൂണബിൾ സൈസ് ആൻഡ് ഡയമെൻഷൻസ് ക്യാൻ ബി ക്രിയേറ്റഡ്. സോ അങ്ങനെ നമുക്ക് മൈക്രോ ക്യാവിറ്റീസ് നമ്മുടെ ട്യൂണബിൾ സൈസും ഡയമെൻഷനിലും ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാം. അങ്ങനെ ഈ ഡിഫക്റ്റ് സൈറ്റുകൾ ഓരോ ഡിഫക്റ്റ് സൈറ്റുകളും ഒരു ഫോട്ടോണിക് ക്രിസ്റ്റലിൽ ദീസ് ഡിഫക്റ്റ് സൈറ്റ്സ് ക്രിയേറ്റ്സ് ഫോട്ടോൺ സ്റ്റേറ്റ്സ് ഓർ ഡിഫക്റ്റ് മോഡ്സ് ഇൻ ദ ബാൻഡ് ഗ്യാപ്പ് റീജിയൻ. അപ്പോൾ ഒരു ബാൻഡ് ഗ്യാപ്പ് റീജിയനിൽ ഈ ഡിഫക്റ്റുകൾ ഫോട്ടോൺ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഡിഫക്റ്റ് മോഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഡിഫക്റ്റ് മോഡ്സ് ആർ എനർജി മോഡ്സ് ദാറ്റ് ആർ പോസിബിൾ ബൈ എ ഫോട്ടോൺ ബൈ പ്രസൻസ് ഓഫ് ദീസ് ഡിഫക്ട്സ്. ഈ ഡിഫക്റ്റ് മൂലം ഫോട്ടോണിന് പോസിബിൾ ആവുന്ന എനർജി മോഡാണ് ഡിഫക്റ്റ് മോഡ്സ് എന്ന് പറയുന്നത്. സോ ഈ ഡിഫക്റ്റ് മോഡ്സിനെ നമുക്ക് ഇറ്റ് ഈസ് അനലോഗസ് ടു ഡോപ്പൻസ് ഇൻ സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടറിൽ നമ്മൾ ഡോപ്പൻസ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് എനർജി ലെവലിനെ ഓൾട്ടർ ചെയ്യുമല്ലോ. അതായത് ഇമ്പ്യൂരിറ്റി ലെവൽ ലൈക്ക് ഡോണർ ലെവൽ ആക്സെപ്റ്റഡ് ലെവൽ എന്നൊക്കെ എന്ന പോലെ എനർജി ലെവലിനെ നമ്മൾ ഓൾട്ടർ ചെയ്യുന്നത് പോലെ ഒരു ഫോട്ടോണിക് ക്രിസ്റ്റലിൻ്റെ എനർജി ഗ്യാപ്പിനെ മാറ്റി അതിൻ്റെ എനർജി മോഡിനെ മാറ്റി ഡിഫക്റ്റ് മോഡ്സ് ഉണ്ടാകുന്നു. മൈക്രോ ക്യാവിറ്റി ഇഫക്റ്റ് മൂലം ഡിഫക്റ്റ് മോഡ്സ് ഉണ്ടാകുന്നു. സോ ദെൻ ദി ക്യാവിറ്റി ഒപ്റ്റിക്കൽ റെസൊണൻസ്. ക്യാവിറ്റി ഒപ്റ്റിക്കൽ റെസൊണൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ക്വാളിറ്റി ഫാക്ടർ ക്യൂ. ക്വാളിറ്റി ഫാക്ടർ ക്യൂ ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ഇറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ഒമേഗ. സോ ദാറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ഫോട്ടോണിക് ക്രിസ്റ്റൽ. എപ്പോഴും ഫോട്ടോണിക് ക്രിസ്റ്റലിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഹൈ ക്യൂ വാല്യൂ ആൻഡ് എക്സ്ട്രീംലി ലോ മോഡ് വോളിയം നാനോ ക്യാവിറ്റിയാണ്. ലോ മോഡ് വോളിയം നാനോ ക്യാവിറ്റി മീൻസ് ദി വിഡ്ത്ത് ഓഫ് ദി സ്പെക്ട്രം ഇസ് വെരി ലെസ്. അതായത് അതുകൊണ്ട് നമുക്കൊരു പർട്ടിക്കുലർ വിഡ്ത്ത് കുറയുന്ന അനുസരിച്ച് ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത് കിട്ടുമല്ലോ. സോ അങ്ങനെ വേവ് ലെങ്ത്തിൻ്റെ ഹൈ സെലക്ടിവിറ്റി പോസിബിൾ ആവുന്നു. ആൻഡ് ദാസ് ലാർജ് എൻഹാൻസ്മെൻറ്റ് ഓഫ് റെസൊണൻറ്റ് ഫീൽഡ് വിത്തിൻ ദ ക്യാവിറ്റി ഈസ് ഓൾസോ പോസിബിൾ. സോ ഈ മൈക്രോ ക്യാവിറ്റി ഇഫക്റ്റുകൾ പല ആപ്ലിക്കേഷൻസിലും കാരണമാവുന്നു. ലൈക്ക് ഫോട്ടോ ഡിറ്റക്ടേഴ്സ്, LEDs, ലേസേഴ്സ് എക്സെട്ര. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിലും ഈ മൈക്രോ ക്യാവിറ്റി ഇഫക്ട്സ് ഉണ്ട്. അതുപോലെ രണ്ട് മൈക്രോ ക്യാവിറ്റി ഇഫക്റ്റും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പർസൽ ഇഫക്റ്റ് ആൻഡ് ഫോട്ടോൺ റീസൈക്ലിംഗ്. സോ ഫസ്റ്റ് ലെറ്റ്സ് ഗോ ടു പർസൽ ഇഫക്റ്റ്. പർസൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി എൻഹാൻസ്മെൻറ്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ബൈ സർട്ടൻ കണ്ടീഷൻസ്. സ്പോണ്ടേനിയസ് എമിഷൻ എൻഹാൻസ് ചെയ്യുന്നതാണ് അവിടെ നടക്കുന്നത്. അത് ഹൗ ഇസ് ദാറ്റ്
The spontaneous emission spectrum must be narrower than cavity resonance peak. ഒരു cavity resonance പീക്കിനേക്കാളും നാരോവർ ആയിരിക്കണം സ്പോണ്ടേനിയസ് എമിഷൻ സ്പെക്ട്രം. എന്നാൽ മാത്രമേ സ്പോണ്ടേനിയസ് എമിഷൻ എൻഹാൻസ്ഡ് ആവുള്ളൂ. അതുപോലെ ഈ ക്യാവിറ്റിയിൽ ഒരു എമിറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ എമിഷൻ ഫ്രീക്വൻസി ഷുഡ് മാച്ച് വിത്ത് വൺ ഓഫ് ദി ക്യാവിറ്റി മോഡ് ഫ്രീക്വൻസീസ്. ഒരു പല ക്യാവിറ്റി മോഡ് ഫ്രീക്വൻസീസ് ഉണ്ടാവും, ലൈക്ക് ദി പാറ്റേൺസ് ഓഫ് എ സ്റ്റാൻഡിങ് വേവ് ഇൻ എ ക്യാവിറ്റി. അപ്പോൾ ആ ക്യാവിറ്റി മോഡ് ഫ്രീക്വൻസീസിൽ ഏതെങ്കിലും ഒന്നിനോട് എമിഷൻ ഫ്രീക്വൻസി മാച്ച് ചെയ്യണം. ദാറ്റ്സ് ദ കണ്ടീഷൻ ഫോർ എൻഹാൻസ്മെൻറ്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ. അതാണ് പർസൽ ഇഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ വരുന്ന മറ്റൊരു ടേമാണ് ക്യാവിറ്റി എൻഹാൻസ്മെൻറ്റ് ഫാക്ടർ ഓർ പർസൽ ഫാക്ടർ FP, which is proportional to Q/V, where Q is the quality factor and V is the cavity volume. അപ്പം ഏറ്റവും പർസൽ ഫാക്ടർ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത് ഹൈ ക്വാളിറ്റി ഫാക്ടറും അതുപോലെ ക്യാവിറ്റി വോളിയം എന്ന് പറയുന്നത് തീരെ കുറവുമായി അഡ്ജസ്റ്റ് ചെയ്താലാണ് നമുക്ക് ഏറ്റവും ക്യാവിറ്റി എൻഹാൻസ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതാണ് പർസൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി എൻഹാൻസ്മെൻറ്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ. അതുപോലുള്ള മറ്റൊരു മൈക്രോ ക്യാവിറ്റി ഇഫക്റ്റ് ആണ് ഫോട്ടോൺ റീസൈക്ലിംഗ്. ഫോട്ടോൺ റീസൈക്ലിംഗ് ഇസ് എ പ്രോസസ് ഓഫ് റീഅബ്സോർപ്ഷൻ ആഫ്റ്റർ എ ഫോട്ടോൺ ഈസ് എമിറ്റഡ്. ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീഅബ്സോർബ് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഈസ് എഗെയിൻ എമിറ്റഡ്. സോ അങ്ങനെ ഈ ഫോട്ടോൺ റീസൈക്കിൾ ചെയ്യുന്നത് വഴി ഇൻറ്റേർണൽ എഫിഷ്യൻസി നമുക്ക് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ ഫോട്ടോൺ ലൈഫ് ടൈം ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിവൈസിൻ്റെ റെസ്പോൺസ് ടൈം നന്നായിട്ട് കുറയുന്നു. സോ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് പ്രോസസ്, ഫോട്ടോൺ റീസൈക്ലിംഗ്. So a photon recycling with re-emission of photon 25 times and 72% efficiency was provided by Schnitzer and Yablonovich. അങ്ങനെ ഫോട്ടോൺ റീസൈക്ലിംഗ് അവർ ഇല്യൂസ്ട്രേറ്റ് ചെയ്യുകയും ചെയ്തു. സോ ദാറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഫോട്ടോൺ റീസൈക്ലിംഗ്. So those are the features of photonic crystals. That is the presence of band gap, then local field enhancement, then anomalous group velocity dispersion, anomalous refractive index dispersion, and finally microcavity effects. So that's all about the features. Thank you.